കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുല്ലാഹ വനസ്തഈനുഹു വനുസല്ലി അലാ ഹബീബിഹിൽ മുസ്തഫ വആലിഹി വഅസ്ഹാബിഹി ശറഫ അമ്മാ ബഅദ്. വളരെ അഭിനന്ദനായ അധ്യക്ഷൻ മേഖല SKSFന്റെ പ്രസിഡന്റ് അബ്ദുർ റഊഫ് PP, ഇവിടെ തൊട്ടു മുമ്പ് സംസാരിച്ച KC മുഹമ്മദ് ഫൈസി ഉസ്താദ്, വേദിയിലുള്ള മലയമ്മ മുഹമ്മദ് സഖാഫി ഉസ്താദ്, മേഖല SKSFന്റെയും ജില്ലാ SKSFന്റെയും എല്ലാം വളരെ സമുന്നതരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, ഈ സദസ്സിൽ സന്നിഹിതരായ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും എല്ലാം ചെയ്യുന്ന സഹോദരങ്ങളെ, NIT മേഖല SKSFന്റെ ഈ മഹത്തായ സമ്മേളനം, ആദർശ സമ്മേളനം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിജയപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ പോലെ ഇവിടെയും മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന സാമൂഹികവും മതപരവും സാംസ്കാരികവും ഒക്കെയായ സന്ദേശങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് ശേഷം നമുക്കേവർക്കും പ്രിയപ്പെട്ട ഹമീദ് വൈസി അമ്പലക്കടവ് ഉസ്താദ് അടക്കമുള്ള OP അടക്കമുള്ള പ്രഭാഷകർ ഇവിടെ സംസാരിക്കാനിരിക്കുകയുമാണ്. കേരളത്തിൽ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാം എത്തി എന്നുള്ളതാണ് വളരെ ആധികാരികമായ ചരിത്രം. ദീൻ ഇവിടെ കൊണ്ടുവന്ന ആളുകൾ സാത്വികരായ പുണ്യപുരുഷന്മാരായിരുന്നു. ഷറഫ് ബിന് മാലിക് ബിന് ദീനാർ, മാലിക് ബിന് ഹബീബ്, അവരുടെ പത്നി കമരിയ, അവരുടെ സംഘം, അവരാണിവിടെ ആദ്യമായി കൊടുങ്ങല്ലൂരിൽ വന്നത്. ഇന്നത്തെ തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂരിൽ നാം ഇസ്ലാമിൻ്റെ കേരളത്തിലെ അതിൻ്റെ തറവാട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ ഭൂമി അതാണ്. അവിടെ അവർ വരാനുള്ള കാരണം കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ആ പ്രദേശത്തെ അന്നത്തെ ഡൈനാസ്റ്റി ആയിരുന്നു ചേര രാജവംശം. അതിലെ രാജരാജവർമ്മ എന്ന പെരുമാൾ രണ്ടാമൻ അവരെ, ഈ പറയുന്ന സംഘം, അവർ അറബികളാണ്. കേരളത്തിൻ്റെ താഴെയുള്ള ഭൂമിശാസ്ത്രപരമായി നമുക്കറിയുന്ന ഒരു പ്രദേശമാണ് ശ്രീലങ്ക. സിലോൺ എന്ന് അറിയപ്പെട്ടിരുന്ന ആ പ്രദേശത്ത് ആദം അലൈഹിസ്സലാമിൻ്റെ പാദമുദ്ര പതിഞ്ഞ അതിൻ്റെ അടയാളം കാണാൻ അവർ അറേബ്യയിൽ നിന്ന് സഞ്ചരിക്കുകയായിരുന്നു. പായക്കപ്പലാണ്. എവിടെയെങ്കിലും അത് ഇടയ്ക്കിടെ സുഗമമായ തീരങ്ങൾ കാണുമ്പോൾ അവിടെ നങ്കൂരമിട്ട് വിശ്രമിച്ചാണ് പിന്നെ അവർ യാത്ര പുറപ്പെടുക. അങ്ങനെയാണ് അവർ കൊടുങ്ങല്ലൂരിൽ എത്തുന്നത്. അറബികളാണെന്ന് അറിഞ്ഞപ്പോൾ ഈ രാജരാജവർമ്മ തൻ്റെ മനസ്സിലുള്ള അദ്ദേഹം അനുഭവിച്ച ചന്ദ്രപ്പിളർപ്പ് സംഭവം ഇവരോട് പങ്കുവെക്കുകയും അത് പരസ്പരം
പരിശുദ്ധ പ്രവാചകരിലേക്കുള്ള ഒരു കിളിവാതിൽ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന സ്ഥിതിയിൽ വരെ ആ കഥ എത്തുകയും ഇവരോടൊപ്പം അറേബ്യയിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ ഈ ചേരമാൻ പെരുമാൾ ചേരുകയും ഒക്കെ ചെയ്തു. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. അവർ തിരിച്ചു വരുന്ന വഴിയിലാണ് ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന താജുദ്ദീനായി മാറി അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിയുടെ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ. കുറച്ചുകൂടി പറയാല്ലേ? അപ്പൊ അവര് കേരളത്തിലേക്ക് വന്നാൽ നിങ്ങളെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ കൂടി വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ കൂടെ അകമ്പടിയായി ഉണ്ടായിരുന്ന ചേരമാൻ പെരുമാളും കൂടെ കൂടിയത്. അദ്ദേഹം ഇന്നത്തെ ഒമാനിൽ സലാലയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്കറിയാം. മരണപ്പെടുന്നതിന് മുമ്പ് നാട്ടിലെത്തിയാൽ തൻ്റെ അനന്തിരവൻ മകളുടെ ഭർത്താവിന് കൊടുക്കാൻ ഒരു കത്ത് കൂടെ കൊടുത്തയച്ചു. അങ്ങനെയാണ് ചുരുക്കത്തിൽ ആ കത്തുമായി വരികയും അവരിവിടെ സ്വീകരിക്കപ്പെടുകയും കൊടുങ്ങല്ലൂരിൽ ഒരു പള്ളി ഉണ്ടാവുകയും ചെയ്യുന്നത്. മംഗലാപുരത്തെ ബഡ്കൽ, കണ്ണൂർ ജില്ലയിലെ ധർമ്മടം, ശ്രീകണ്ഠാപുരം, കോഴിക്കോട് ജില്ലയിലെ ചാലിയം, പന്തലായനി, പിന്നെ കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങൾ, താഴെത്തെക്കിൽ, കൊടുങ്ങല്ലൂരിലൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ മസ്ജിദുകൾ ഉണ്ടായി. ഇത് ഏകദേശം AD 7-ാം നൂറ്റാണ്ടിലാണ്. 8-7 നൂറ്റാണ്ടുകളിൽ തന്നെ കേരളത്തിലെ ഇസ്ലാമിൻ്റെ ചിത്രമാണ്. പിന്നീട് ഏകദേശം 9-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം, വളരെ വ്യക്തമായ ചിത്രം ആ കാലഘട്ടത്തിലെ ഈ കേരളത്തിലെ ഇസ്ലാമിനെ കുറിച്ച് ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലഭ്യമാകുന്ന സ്രോതസ്സുകൾ വെച്ച് അതിൻ്റെ അരണ്ട വെളിച്ചത്തെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നിന്നാണ് നാം ഇന്ന് നിലകൊള്ളുന്ന ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ചരിത്രപരമായ വേരുകൾ എത്ര കൃത്യമാണ്, ശക്തമാണ്, വ്യക്തമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. 800കളിൽ എഴുതപ്പെട്ട തരിശാപ്പള്ളി ശാസനം. കേരളത്തിൽ ഒരുപാട് തരിശാപ്പള്ളി ശാസനം എന്നൊക്കെ പറഞ്ഞാൽ ഈ ചെമ്പിൻ്റെ തകിടിൽ പഴയകാലത്തെ കേരളത്തിൻ്റെ ചരിത്രങ്ങൾ എഴുതപ്പെട്ട അതിൻ്റെ രേഖകളുണ്ട്. പല നാട്ടുമൂപ്പന്മാർ, ഗോത്രമൂപ്പന്മാർ, അവരുടെ നാട്ടുരാജ്യങ്ങൾ, അവിടെയുള്ള ആരാധനാ സിസ്റ്റങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ട പഴയ ചരിത്രത്തിൻ്റെ രേഖകളാണ്. അതിൽ ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചന നൽകുന്ന തരിശാപ്പള്ളി ശാസനം. ആ കാലഘട്ടത്തിൽ കേരളം സന്ദർശിച്ചുകൊണ്ട് കേരള ഇസ്ലാമിനെ എഴുതിയ ഇബ്നു റുഷ്ദ്, മസ്ഊദി, അൽ ബിറൂനി, അൽ ബത്തൂത്ത, ഇബ്നു ബത്തൂത്ത തുടങ്ങിയ ആളുകളുടെ യാത്രാ സമാഹാരങ്ങൾ, അവരൊക്കെയും കേരളത്തെക്കുറിച്ച്, അന്നത്തെ കേരളത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കേരളം? അന്ന് കേരളം എന്ന പേരില്ലെങ്കിൽ കൂടിയും അപ്പം അവർ രേഖപ്പെടുത്തിയതിൽ നിന്ന് തത്വത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, കോഴിക്കോട് ഷിഹാബുദ്ദീൻ ഖാസറൂനി, തെക്കിൽ കൊല്ലം ഈ പറയുന്ന കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ഷെയ്ഖ് ഫഖ്റുദ്ദീൻ, ബാക്കിനൂർ മംഗലാപുരം ഭാഗത്ത് ഷെയ്ഖ് അബൂ സിത്ത, തൊട്ടു താഴെ കണ്ണൂരിൻ്റെ ഭാഗത്ത് ഹസൻ അബൂ സലീത്ത, മംഗലാപുരത്ത് ഷെയ്ഖ് ബദറുദ്ദീൻ മഴബരി,
കൊല്ലത്ത് ഷെയ്ഖ്, ധർമ്മടത്ത് ഏഴിമലയിലൊക്കെ ഷെയ്ഖ് ഹസൻ അൽ മസ്താൻ റഹിമഹുമുള്ള, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പുണ്യപുരുഷന്മാരെ സംബന്ധിച്ച, മഹാത്മാക്കളെ സംബന്ധിച്ച ചരിത്ര വിവരണങ്ങൾ ഈ അൽബിറൂനിയും ഇബ്നു ബത്തൂത്തയും ഇബ്നു റുഷ്ദും തരിസാപ്പള്ളി ശാസനവുമൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ആ കാലഘട്ടത്തിലെ ഈ തീരപ്രദേശത്തിലെ ഇസ്ലാമിനെ, മുസ്ലിം സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്, അവരുടെ സാമൂഹിക ജീവിതം വ്യവസ്ഥപ്പെടുത്തിയത് ഈ പറയുന്ന സാത്വികരായിരുന്നു എന്ന്. അന്നും കേരളത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് കച്ചവടത്തിലാണെന്നാണ് പറയുന്നത്. തദ്ദേശീയരായ നമ്മുടെ നാട്ടുകാർ, ദ്രവീഡിയൻസ്, ഹൈന്ദവ സഹോദരങ്ങൾ കാർഷിക വൃത്തി ചെയ്ത് ജീവിച്ച ആളുകളാണ്. സ്വാഭാവികമായി അറബികളിൽ നിന്നാണ് ഇസ്ലാം കേരളക്കാർക്ക് കിട്ടിയത്. ആ ജനിതകമായൊരു പ്രവണത ഉള്ളതുകൊണ്ട് ഈ 9, 10 മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം വാണിജ്യപരമായി തഴച്ചു വളരുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി അവർക്ക് വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ അവർ സാമ്പത്തികമായി മേൽക്കോയ്മ നേടുകയും ഒക്കെ ചെയ്തു എന്ന്. ആ കാലയളവിൽ മുസ്ലിം സമൂഹത്തെ സംഘടിത രൂപത്തിൽ നിർത്തിയത്, അവർക്ക് ആദർശപരമായ ബോധം നൽകിയത് ഈ പറയുന്ന ശിഹാബുദ്ദീൻ കാസറൂനി മുതൽ ഷെയ്ഖ് ഹസനുൽ മസ്താൻ ഏഴിമല വരെയുള്ള, മംഗലാപുരം മുതൽ അന്ന് തിരുവനന്തപുരം വരെ ഈ തീരപ്രദേശത്തിൻ്റെ ഈ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ ചരിത്രകാരന്മാർക്ക് ഒറ്റ ഭൂമികയാണ്. അവിടെയുള്ള സാത്വികരായിരുന്നു, ത്വരീക്കത്തിൻ്റെ ഷെയ്ഖുമാരായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു തീർപ്പ്. മറ്റൊരു അപവാദം അവിടെ ഇല്ല. പിന്നീട് വരുന്ന കാലമാണ് മഖ്ദൂമി കാലം. 1500കളിലാണ് ആ ഒരു ചരിത്രപരമായ ഘട്ടം ആരംഭിക്കുന്നത്. കേരള ഇസ്ലാമിൻ്റെ പാരമ്പര്യം പരിശുദ്ധ മക്കയിലേക്കും തമിഴ്നാട്ടിലേക്കുമാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. യമനിൽ നിന്ന് വന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ പിതാവ് ഇബ്രാഹിം ബിൻ അഹമ്മദ് റഹിമഹുല്ല തമിഴ്നാട്ടിലെ കായൽപട്ടണം, കിഴക്കര, നാഗൂർ, തഞ്ചാവൂർ, മധുര, അവിടെയൊക്കെ പരിശുദ്ധ ഇസ്ലാം പ്രബോധനം ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ പൊന്നാനിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒന്നാമനും മൂന്നാമനും സൈനുദ്ദീൻ മഖ്ദൂം 1ഉം 2ഉം, അതായത് ആ പരമ്പരയിലെ ഒന്നാമത്തെയാളും മൂന്നാമത്തെയാളും. രണ്ടാമൻ ചോമ്പാലിലാണ്, നമുക്കറിയാം, മാഹിയിലാണ്. ഈ 2 മഖ്ദൂമമാർ കൂടിച്ചേരുമ്പോൾ അത് 2 പൊന്നായിരുന്നു. അങ്ങനെയാണ് പൊന്നാനി എന്ന ഒരു മറബ് പദം തന്നെ വരുന്നത്, 2 പൊന്നുകൾ. ആ കാലഘട്ടം വളരെ വ്യക്തമായി കേരള ഇസ്ലാമിന് വലിയ ദിശാബോധം നൽകി. മഖ്ദൂം രണ്ടാമൻ മക്കയിൽ നിന്നാണ്, പരിശുദ്ധ ഹറമിൽ നിന്നാണ്. അദ്ദേഹം 10 കൊല്ലത്തോളം അവിടെ ചെലവഴിച്ചു. ഇബ്നു ഹജർ അൽ ഹൈതമിയും ഇസ്സുദ്ദീൻ അബ്ദുൽ അസീസ് സുമരിയും റഹിമഹുമുള്ള അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരായി. ഹസനുൽ ബക്കരി റഹിമഹുല്ല ത്വരീഖത്തിൻ്റെ ഷെയ്ഖായി. മലയാളികൾക്ക് ഓതിപ്പഠിക്കാൻ സിലബസും ഓതിച്ചൊല്ലാൻ സിൽസിലയും 2ഉം അവർ തന്നു. അവർ സിലബസും ഉണ്ടാക്കി. മതവിദ്യാഭ്യാസ വ്യവസ്ഥ, മഖ്ദൂമി സിലബസ് അവരിൽ നിന്നാണ് കിട്ടിയത്. എന്നാൽ കേവലം വിദ്യാഭ്യാസ സാമൂഹിക ജാഗരണം മാത്രമല്ല, ആത്മീകമായിട്ടുള്ള വലിയൊരു വഴി, മക്കയിലേക്ക് നീളുന്ന വഴി, ഇസ്ലാമിൻ്റെ പ്രാദുർഭവ കേന്ദ്രമായ മക്കയിലേക്ക് നീളുന്ന വഴി, അത് മഖ്ദൂം കുടുംബം മലയാളികൾക്ക് തന്നു. ആ കാലഘട്ടം ഈ നാട് കീഴ്പ്പെടുത്താൻ വന്ന പോർച്ചുഗീസുകാർക്കെതിരെ, ഫ്രഞ്ചുകാർക്കെതിരെ ഒക്കെയുള്ള സമര നൈരന്തര്യങ്ങളിൽ കേരളത്തിലെ നാട്ടുരാജാക്കന്മാർക്ക് വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം നൽകിയ
സാമൂഹിക നേതൃത്വം കൂടിയായിരുന്നു ഈ മഖ്ദൂം തങ്ങന്മാർ. ആ കുടുംബത്തിൽ നിന്ന് വന്ന ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്രമുണ്ട്, ആധ്യാത്മിക ശാസ്ത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്. നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ രാജരാജവർമ്മയുടെ ചേര ഡൈനാസ്റ്റിയിലെ പെരുമാൾ രണ്ടാമന്റെ കഥ വരെ ആ കുടുംബമാണ് വാസ്തവത്തിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് 18-ാം നൂറ്റാണ്ട് വരെ നീണ്ടു. പിന്നീടാണ് മമ്പുറം തങ്ങന്മാരുടെ കാലം വരുന്നത്. സയ്യിദ് അലവി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ പുത്രൻ ഫസൽ തങ്ങൾ, അവർ ധീരോത്തമായ നേതൃത്വം മലബാറിലെ മുസ്ലിങ്ങൾക്ക് നൽകി. അതിനുശേഷമാണ് ഒരു അനാഥത്വം വാസ്തവത്തിൽ മലയാള മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇതൊക്കെ ചരിത്രമാണ്, നിഷേധിക്കുക സാധ്യമേ അല്ല. പ്രവാചകന്റെ കാലഘട്ടം മുതൽ മമ്പുറം തങ്ങളുടെ പുത്രൻ ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്നത് വരെയുള്ളത് ഏതെങ്കിലും സംശയാസ്പദമായ ചരിത്രത്തിലെ കഥകളല്ല, വാലിഡായ സ്രോതസ്സുകളാണ്. പിന്നീടാണ് മലബാർ കലാപത്തിന്റെ കാലമുണ്ടാകുന്നത്. വലിയ നേതാക്കന്മാരൊക്കെ മരണപ്പെട്ടു പോയി, അനാഥമായി. നേതാക്കന്മാർ മരണപ്പെട്ടു പോയത് മാത്രമല്ല വിഷയം. 1914-18 കാലയളവിലാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. ആ സമയത്ത് ജർമ്മനിയുടെ കൂടെയായിരുന്നു തുർക്കി നിലകൊണ്ടത്. തുർക്കിക്ക് അന്നത്തെ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം പ്രവാചക തിരുമേനിയുടെ ശേഷമുള്ള ഖിലാഫത്ത് മുതൽ മുസ്ലിം ലോകത്തിൻ്റെ നിയന്ത്രണം കൈമാറി വന്ന് അതിനിടയിൽ അനഭിലഷണീയമായ ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടുവെങ്കിൽ കൂടിയും ആ വ്യവസ്ഥാപിതമായ രീതിയുടെ ചങ്ങല മുറിയാതെ ഏറെക്കുറെ ഓട്ടോമൻ തുർക്കി ഉസ്മാനിയ ഖിലാഫ തകരുന്നത് വരെ മുസ്ലിം ലോകം അനുഭവിച്ചിരുന്നു. പക്ഷേ തുർക്കി ജർമ്മനിയുടെ കൂടെ കൂടുകയും ജർമ്മനി 8 നിരയിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റുപോവുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ ഇടപെട്ട് ആ വിഷയം, നമ്മുടെ ആദർശത്തിൻ്റെ ഭാഗം, ഞാൻ അതിലേക്ക് കയറി സംസാരിക്കുകയല്ല. തുർക്കി ഖിലാഫയെ തകർക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമം നടത്തുകയും അവിടെ മതനിരാസ, മുസ്ലിം യുക്തിവാദ, ഇസ്ലാമിക് മോഡേണിസ്റ്റ് സിദ്ധാന്തം, വളരെ പെയ്ഡായ സിദ്ധാന്തം ബ്രിട്ടീഷുകാർ തുർക്കിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഇസ്ലാമും ആടിയുലഞ്ഞത്. ഭൂമുഖത്തുള്ള എല്ലാ പ്രദേശത്തെയും ഇസ്ലാം ആടിയുലഞ്ഞതുപോലെ നാഥൻ നഷ്ടപ്പെട്ടു പോയി. തുർക്കിയിലാണ് നമുക്കറിയാം ആദ്യമായി പ്രാദേശിക ഭാഷയിലേക്ക് ഖുർആൻ വരുന്നത്, പ്രാദേശിക ഭാഷയിൽ ഖുത്ബ ഉണ്ടാവുന്നത്. കാരണം ഓട്ടോമൻ ഖിലാഫ തകർന്നു. കമാൽ പാഷ എന്ന പാവ ബ്രിട്ടീഷ് ഭരണകൂടം അവിടെ അധികാരം കൈയാളി. ആ സമയത്ത് തന്നെ ഇത് തുർക്കിയാണ്. മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലോകത്തിൻ്റെ കേന്ദ്രം ഈജിപ്താണ്. ആ ഈജിപ്തിലേക്ക് ഇതേ വൻ ശക്തികൾ ലോക ഇസ്ലാമിക വൈജ്ഞാനിക സ്ഥിരാകേന്ദ്രമായ അൽ അസ്ഹർ വഴി തുർക്കിയിൽ സ്ഥാപിച്ച ഇസ്ലാമിക് മോഡേണിസം ഒളിച്ചു കടത്താൻ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ ഒളിച്ചു കടത്താനല്ല, നേരെ ചൊവ്വേ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അൽ അസ്ഹറിന്റെ തലപ്പത്ത് ഇവരെ പാവകളെ നിയമിച്ചു. അതിൽപ്പെട്ടവരാണ് ഈ മുഹമ്മദ് അബ്ദയും റഷീദ് റിദയും അഫ്ഗാനിയുമെല്ലാം. ഫരീദ് വജിദി, മുസ്തഫ മറാഹി, ഹുസൈൻ ഹൈക്കൽ, കാസിം അമീൻ, കുറേ ആളുകളുണ്ടവർ. അൽ അസ്ഹറിന്റെ പ്രിൻസിപ്പാൾമാരായി, അവിടെയുള്ള മാഗസിൻ്റെ ചീഫ് എഡിറ്ററായി, സ്ഥിരം റേഡിയോ പ്രഭാഷകരായി. ആ കാലഘട്ടത്തിൽ വലിയ ഡെസിഗ്നേഷനാണ് അതല്ല. ആ സമയത്ത് മാലിക് ബിൻ ഹബീബും അതേപോലെ മാലിക് ബിൻ ദീനാറും ഹബീബ് ബിൻ ഷറഫ് ബിൻ മാലിക്കും ഒക്കെ കടന്നു വന്ന അതേ കൊടുങ്ങല്ലൂരിലേക്ക് തന്നെയാണ് വാസ്തവത്തിൽ ഈജിപ്തിലും തുർക്കിയിലുമൊക്കെ തുടങ്ങിയ മതനവീകരണ പ്രസ്ഥാനം കേരളത്തിലും വന്നത്. അതായത് 1800 വരെ ഭദ്രമായിരുന്ന കേരള ഇസ്ലാം, സൂഫികളും ഉലമാവും നിയന്ത്രിച്ച കേരള ഇസ്ലാം, ചരിത്രം അങ്ങനെ പറയുന്നു. പിന്നീട് ഒന്നാം ലോക മഹായുദ്ധാനന്തരം
ഓട്ടോമൻ എംപയർ തകരുന്നു. തുർക്കി മോഡേൺ ഇസ്ലാമിസ്റ്റുകളുടെ കീഴിൽ വരുന്നു. ഈജിപ്ത് അതേ പാത സ്വീകരിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സാമ്പ്രദായിക ഇസ്ലാം ആടിയുലഞ്ഞതുപോലെ കേരളത്തിലേക്കും അതിൻ്റെ അലയൊലികൾ വരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഉത്തരവാദിത്ത ബോധമുള്ള പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിന് ബീജാപാപം നൽകിയത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ നാട് കണ്ട ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തെ, ദീപാങ്കുര വട്ടത്തെ പലരും ഊതിക്കെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ വായ മൂടിക്കെട്ടാനുണ്ടായ പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ ആദർശബോധത്തിൻ്റെ തന്നെ ഒരു സംഘടിത സ്വഭാവം തന്നെയായിരുന്നു സമസ്ത എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനവും. അതൊരു സുപ്രഭാതത്തിൽ ഇടിയെടുത്തപ്പോൾ പൊട്ടിയുണ്ടായ സംഗതിയല്ല. അതൊരു താവഴിയാണ്, ഒരു സിൽസിലയാണ്, ഒരു ചങ്ങലയാണ്. രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട പേരിൻ്റെ പഴക്കമാണ് 98 കൊല്ലം. ഈ ആദർശത്തിൻ്റെ പഴക്കം വഹീൻ്റെ പഴക്കമാണ്. ഈ ആദർശത്തിൻ്റെ പഴക്കം അള്ളാഹു മനുഷ്യരോട് സംസാരിച്ച കാലത്തിൻ്റെ പഴക്കമാണ്. അതാണിതിൻ്റെ ശുദ്ധി, അതാണിതിൻ്റെ വൃത്തി, അതാണിതിൻ്റെ പ്രസക്തി. ഇത് കേവലം സാമൂഹികമായി ഞാൻ എൻ്റെ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പെടുന്നതിനെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അമീദ് ബസി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാട് ആർക്കെങ്കിലും മറുപടിയോ അല്ലെങ്കിൽ ഒരു വൈരനിര്യാതന ഭാഷയോ ബുദ്ധിയോ ഒന്നുമല്ല. മനുഷ്യർക്ക് മാനം മര്യാദക്ക് ജീവിക്കാൻ ആശയപരമായൊരു ഫ്രെയിം വളരെ ആവശ്യമാണ്, അല്ലെങ്കിൽ അരാജകത്വം ഉണ്ടാകും. അത് മനുഷ്യ സമൂഹത്തിൻ്റെ ഘടന അങ്ങനെയാണ്. അവിടെയാണ് നാം ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരോടും യുക്തിവാദികളോടൊക്കെ വിയോജിക്കുന്നത്. അപ്പവും അന്നവും ഭോജനവും ഭോഗവും രുചിയും രതിയും മാത്രം പോരാ, അതൊക്കെ മൃഗങ്ങൾക്കും ഉള്ളതാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. മനുഷ്യന് 2 തരം സ്വത്വങ്ങളുണ്ട്. ആത്മീകമായ ബുദ്ധിപരമായൊരു സ്വത്വവും ജൈവികമായ ശാരീരികമായൊരു സ്വത്വവും. ഈ ശാരീരികമായ ആവശ്യങ്ങൾ എല്ലാത്തിനും ഉള്ളതാണ്, മനുഷ്യർക്ക് മാത്രമല്ലല്ലോ. ഉറങ്ങുക, മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവികളുടെ ആവശ്യത്തിൻ്റെ ക്രമം തന്നെ അങ്ങനെയാണ് എണ്ണപ്പെട്ടത്. ഉറങ്ങുന്നു, മൂത്രമൊഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, കാഷ്ടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. മനുഷ്യരാകുമ്പോൾ വസ്ത്രം അണിയുന്നു, ലൈംഗികതയിൽ ഏർപ്പെടുന്നു, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു കൂട് കെട്ടുന്നു, വീട് കെട്ടുന്നു. മനുഷ്യരാകുമ്പോൾ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു, കല, കായികം, സംഗീതം, ലഹരി, അധികാരം. ഇതൊക്കെ മനുഷ്യൻ്റെ ജഡികമായ സംഗതികളാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും മാത്രം മനുഷ്യന് സംതൃപ്തി എന്ന് പറയുന്ന, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. ഒരു 10-60 വയസ്സായാൽ അല്ല, അതിനു മുമ്പ് തന്നെ എന്തിന് നാം ഇങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആത്മവിചിന്തനം, ആത്മവിചാരണ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഉത്തരം കിട്ടണ്ടേ? വ്യവസ്ഥാപിതമായ മതവിശ്വാസം, പരിശുദ്ധ ഇസ്ലാം, ഈ പ്രാപഞ്ചികമായ വീക്ഷണം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിന് ഉത്തരം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഡെസിഗ്നേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനമില്ലാതെ ഒരു വാഹനം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അർത്ഥക്കേടാ. നിരന്തരം ചക്രം കറങ്ങുന്നു, എങ്ങോട്ട്? കാറ്റ് തീരുന്നത് വരെ എന്നായിരിക്കും മറുപടി, എണ്ണ അവസാനിക്കുന്നത് വരെ, എത്തുന്നിടത്ത് എത്തട്ടെ. അതൊക്കെ ഏതെങ്കിലും 1-2 ഓട്ടോറിക്ഷ പോകുമ്പോൾ പറയാം. ഭൂമിയിലെ എല്ലാ വണ്ടികളും ഇങ്ങനെ അലക്ഷ്യമായി സഞ്ചരിക്കുകയാണെങ്കിൽ അതെത്ര അഭംഗിയായനെ എന്നുള്ളത് തന്നെയാണ് മനുഷ്യനും ജീവിത ലക്ഷ്യമില്ലെങ്കിലുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടോ? ലക്ഷ്യമില്ലായ്മയുണ്ടോ? ഉണ്ട്. അതുമാത്രമാണ് ഈ സ്വതന്ത്ര ചിന്ത. നിങ്ങളെന്തിനാണ് സങ്കടം അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പെർഷാൻ പെറിൽ
അല്ലെങ്കിൽ പാനിക്സ്, അത്തരം ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ആദികൾ, വ്യാധികൾ, രോഗങ്ങൾ, വൈഷമ്യങ്ങൾ, വൈതരണികൾ, അത്തരം ജീവിതത്തിൻ്റെ തിക്തസന്ധികളിൽ അതിനെ മറികടക്കാൻ കഴിയാത്തൊരു സമൂഹം ഉണ്ടാകുമല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ ഈറ്റ് ദി ബെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് ദി റെസ്റ്റ്, നല്ലത് തിന്നു ബാക്കിയൊക്കെ മറക്കൂ എന്ന് പറയുന്ന പോലെ ഒരു കളറടിക്കുന്ന അനുഭവങ്ങൾ മാത്രമായിരിക്കില്ല. തിരിച്ചടികൾ വരും, പരാജയങ്ങൾ വരും, സങ്കടങ്ങൾ വരും. ഇപ്പൊ സ്വാഭാവികമായി ഇതൊക്കെ സഹിച്ചുകൊണ്ട് എന്തിനു വേണ്ടി മുന്നോട്ട് പോകണം? മതം ഒരു പ്രതീക്ഷ പറയുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ഒരുപക്ഷെ അപ്പം തന്നെ അതിന് മറുപടി കിട്ടും, അല്ലേ നാളെ കിട്ടും, അല്ലേ മരണാനന്തരം കിട്ടും, അല്ലെങ്കിൽ സഹിക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. കാലിൻ്റെ അടിയിൽ മുള്ള് തറച്ചാൽ പോലും അത് അറിയുന്നവനാണ്, ഇല അനങ്ങിയാൽ അറിയുന്ന അർശില റബ്ബ്. നിങ്ങൾ നടക്കുമ്പോൾ കാലിലെ ചെരുപ്പിൻ്റെ വാറ് പിന്നിയാൽ പോലും നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് തക്ക പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നിരന്തരം ഞാനത് വിശദീകരിക്കുകയല്ല. പക്ഷേ മറുപുറത്ത് എന്ത് മറുപടിയുള്ളത്? മതരഹിതരായ ആളുകളും അല്ലെങ്കിൽ മതം ഒഴിവാക്കിയവരൊന്നും ഒരുപക്ഷെ ഇതിനെ കേൾക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു തികവ്, നമ്മുടെ ആദർശ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് നോക്കൂ. എന്താണത്? അവർക്കുള്ള മറുപടി ഒന്നുകിൽ നീ സഹിച്ചുകള, നീ കടിച്ചമർത്തിക്കള, കാരിരുമ്പും കരിങ്കല്ലും കടിച്ചമർത്തുന്ന പോലെ. അല്ലെങ്കിലോ എന്നിട്ട് നീ പല്ലുറുമ്മി നിൽക്ക്, ഫ്രസ്ട്രേഷനിൽ, കലിപ്പിൽ. കല്ലിച്ച കലിപ്പുമായി നീ ഈ സമൂഹത്തെ നോക്കിക്കാണ്. അങ്ങനെയാണ് ആന്റി സൊസൈറ്റീസ് ഉണ്ടാകുന്നത്, സാമൂഹിക വിരുദ്ധന്മാരുണ്ടാകുന്നത്, ക്രിമിനലുകൾ ഉണ്ടാവുന്നത്, ഞങ്ങൾക്ക് കിട്ടാത്ത സമ്പത്ത് ആർക്കും വേണ്ട കൊള്ളക്കാരുണ്ടാകുന്നത്, ഞങ്ങൾക്ക് കിട്ടാത്ത അധികാര സുഖം ആരും കയ്യാളണ്ട വിപ്ലവകാരികൾ ഉണ്ടാവുന്നത്. ലോകത്ത് ഭൗതികത മുന്നോട്ട് വെക്കാത്ത ഒരു പ്രതിരാഷ്ട്രീയ വിപ്ലവങ്ങളും ലോകത്തുണ്ടായിട്ടില്ല. ഒരു കവർച്ചാ സംഘമോ, കൊള്ള സംഘമോ, മാഫിയ സംഘമോ, കൊട്ടേഷൻ സംഘമോ, ക്രിമിനൽ സംഘമോ, ഏത് സംഘം ഏത് ബാനർ വെച്ച് നടന്നാലും അതിൻ്റെ എല്ലാം ഫിലോസഫിയുടെ, അതിൻ്റെ എല്ലാം കാഴ്ചപ്പാടിൻ്റെ പിറകിലുള്ള അടിസ്ഥാനപരമായ പ്രേരണ ഞങ്ങൾക്ക് ലഭിക്കാത്തത് ആരും അധികം ആസ്വദിക്കണ്ട എന്ന് പറയുന്നൊരു മെൻറ്റാലിറ്റി ആയിരിക്കും. നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം അതിൽ തീരെ ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ അടിസ്ഥാന പ്രേരണ ഭൗതികമായിരിക്കും. അവിടെയാണ് മതമുള്ളത്, അവിടെയാണ് ദീനുള്ളത്. ദീൻ അവിടെ പറയുന്നത് എന്താ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നിനക്കെന്ത് തരുന്നുവോ നീ അത് തൃപ്തിപ്പെടൂ. ഖനാ എന്ന് പറയുന്നൊരു ഗുണം അഹ്ലുസുന്ന വൽ ജമാഅ തസവ്വുഫിന്റെ സൂഫികൾ മുന്നോട്ട് പോകുന്നു. സമൂഹത്തിൽ ശൈഥില്യമില്ലാതെ, ഞാൻ ചുരുക്കുന്നു, ശൈഥില്യമില്ലാതെ, ഛിദ്രതയില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ മതപരമായ ദർശനങ്ങളിൽ പോലും ആധ്യാത്മികമായ തസവ്വുഫിന്റെ അംശങ്ങളില്ലെങ്കിൽ സാധ്യമേ അല്ല, ഒരിക്കലും കഴിയില്ല. ഒരു മതമൊക്കെ ആവാം എന്ന് വെച്ചാലും, ഇനി ഇസ്ലാം തന്നെ ആവാം എന്ന് വെച്ചാലും, അതിലെവിടെയാണ് നമ്മുടെ ഈ മൻഹജിന് ഒരു സ്പെഷ്യൽ പ്രത്യേകത? അതിവിടെയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതാണ് നമ്മുടെ തസവ്വുഫിന്റെ ആധാരം. കൊല്ലാൻ തോന്നുന്നു, എന്തിനാണ് നാം വലിയ തിയറികൾ പറയുന്നത്? തെറി പറയാൻ തോന്നുന്നു, പ്രതികാരം ചെയ്യാൻ തോന്നുന്നു, പകവീട്ടാൻ തോന്നുന്നു. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്ന ആ നൈമിഷികമായ 10 മിനിറ്റിൽ നിന്ന് പുറത്തു കടക്കുകയാണ്. ഉമ്മയെ തല്ലാൻ, ഉമ്മയെ കൊല്ലാൻ വരെ കൈകൾ പൊങ്ങുന്ന വാർത്തകൾ നാം കാണുന്നു. ഇത് മുഴുവനും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് 1/2 മിനിറ്റിന്റെ ദേഷ്യം, 1/2 മണിക്കൂറിന്റെ പ്രതികാരം, 5 കൊല്ലത്തെ ദേഷ്യം, 10 കൊല്ലത്തെ പ്രതികാരം. പക്ഷേ അതിനെ മറികടക്കാൻ ഒരു പ്രത്യയശാസ്ത്രത്തിന് സാധിക്കുമെങ്കിൽ അത് ഈ പ്രത്യയശാസ്ത്രം മാത്രമാണ്. ഈ 5 കൊല്ലത്തിന് ശേഷമുള്ളത് നീ ആലോചിക്കൂ, ഈ 10 കൊല്ലത്തിന് ശേഷമുള്ളത് നീ ചിന്തിക്കൂ. നിന്റെ വായിൽ നിന്ന് നീ ഇപ്പോൾ വിസർജിക്കാൻ നീ ശ്രമിക്കുന്ന ഈ തെറിവാക്ക് നീ തിരികെ നിന്റെ അകത്തേക്ക് തന്നെ കൊണ്ടുപോയി വെക്ക്.
ആളുകളുടെ നേരെ നീ അത് പ്രയോഗിക്കല്ല. ഫീ വജ്ഹില്ല. എന്നിട്ട് അള്ളാഹുവിനെ ഓർക്കൂ. നിനക്കിപ്പോ തല്ലാൻ തോന്നുകയാണ്, കൊല്ലാൻ തോന്നുകയാണ്, നിന്റെ കയ്യിൽ നിന്ന് നിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ പോവുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ അത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഘട്ടം നീ ചിന്തിക്ക്. ഫീ വജ്ഹില്ല, അള്ളാഹുവിന് വേണ്ടി. അപ്പൊ പറയുന്ന വാക്കുകൾക്ക് സെൻസർഷിപ്പുകൾ, പ്രയോഗങ്ങൾക്ക്, മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏത് കാര്യങ്ങൾക്കും അതിന് ശേഷമുണ്ടാകുന്ന ആഘാതം ആലോചിച്ച്, അതിൻ്റെ ഭവിഷ്യത്ത് ആലോചിച്ചുകൊണ്ട് അത് പരലോകത്തിൽ പ്രതിഫലാർഹമാകുവാൻ വേണ്ടി ആ അതിവൈകാരികത നീ മറികടക്കാൻ അള്ളാഹുവിനെ ഓർക്കൂ എന്ന് പറയുന്ന സിദ്ധാന്തമാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പോ ഉരിയാടിപ്പോയ ഉരിയാട്ടങ്ങൾ, ഊരാ കുടുക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതുണ്ടാവില്ല. ആലോചിച്ച് സംസാരിക്കൂ. ഓങ്ങിപ്പോയ കൈ ഉണ്ടാക്കുന്ന ടെൻഷനുകൾ ഉണ്ടല്ലോ, ഉണ്ടാവില്ല. കരുതിയെ കൈപൊക്കൂ. എഴുതിപ്പോയ പ്രസ്താവനകളെ കുറിച്ച് ഖേദം വരേണ്ട ഘട്ടം ഉണ്ടാവില്ല. ആലോചിച്ച് കുറിക്കൂ. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നു ബിഹിൽ ഖുലൂബ്. ഈ ദർശനത്തിന് കേവലം മാനുഷികമായ വ്യക്തിപരമായ ഒരു പ്രാധാന്യം മാത്രമല്ല, ഇത് രാഷ്ട്രത്തിൽ പ്രസക്തമായ സിദ്ധാന്തമാണ്, ലോകത്തിൽ പ്രസക്തമായ സിദ്ധാന്തമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ലോകത്തിന് ശരിയും തെറ്റും നിർണ്ണയിക്കാൻ കഴിയുക? അതാണ് ശരി, ഇതാണ് ശരി എന്നെങ്ങനെയാണ് നിർണ്ണയിക്കാൻ കഴിയുക? ഇത്രയൊക്കെ ആയിട്ടും ഇനിയും ഈ പറയുന്നത് പോലെ മനുഷ്യർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സ്പേസ് ഉണ്ടാകണമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ ലളിതമായി ഈ ആദർശ പ്രസ്ഥാനത്തിന് കേരളത്തോട് പതിറ്റാണ്ടുകളായി സാംസ്കാരികമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന SKSF ഈ കാലഘട്ടത്തിലും ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ലളിതമായൊരു ചോദ്യം: ഏത് മാനദണ്ഡപ്രകാരം മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ശരിയും തെറ്റും എന്ന് നിർണ്ണയിക്കും? കേരളത്തിൻ്റെ തെരുവുകളിൽ, കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ, കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എവിടെയും SKSF അതിന് സംവാദം അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള സൗഹൃദ സംസാരത്തിന് തയ്യാറ് തന്നെയാണ്. എവിടെയാണ് അവർക്കതിനെ സാധിക്കുന്നത്? ചിലർ പറയും, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, മനസ്സിലാക്കാൻ വേണ്ടി, ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ഒരു കാര്യം കൂടി മാത്രം സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോ തോന്നും, ഈ കാലഘട്ടത്തിൽ ഫിറ്റല്ലാത്തൊരു മതമാണ് ഇവർ പറയുന്നത്, കുറച്ചൊക്കെ അയവുകൾ വേണ്ടേ, ഇളവുകൾ വേണ്ടേ എന്നൊക്കെ. പക്ഷേ നമ്മൾ രണ്ടു കാലുള്ള മൃഗങ്ങളായി അതപ്പതിക്കാതിരിക്കാനാണ് ഈ ശുഷ്കാന്തിയുള്ള പ്രസ്ഥാനങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വാലില്ലാത്ത മൃഗങ്ങൾ മാത്രമായി മാറും. ഭരണഘടന മാത്രം അനുസരിച്ച് കൊണ്ടൊരു സമൂഹത്തിന് മുന്നോട്ട് പോവുക സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ലല്ലോ. പ്രായമായവരെ ബഹുമാനിക്കണമെന്ന ലോകത്തേത് ഭരണഘടനയിലാണ് ഉള്ളത്? അബലരോടും അശരണരോടും കാരുണ്യം കാണിക്കണമെന്ന് ലോകത്തേത് മതേതര ഭരണഘടനയിലാണുള്ളത്? അയൽവാസിക്ക് സേവനം ചെയ്യണമെന്ന് ലോകത്തേത് ഭരണഘടനയിലുണ്ട്? ധാർമ്മികമായ പാഠങ്ങളില്ലാതെ നടക്കില്ല. അപ്പൊ കേവലം ധാർമ്മികമായ പാഠങ്ങൾ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമോ? നന്മകൾ ഇല്ല. ഭാവിയിൽ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ വേണം. അതിന് യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവിനെ കണ്ടെത്തണം. അപ്പൊ ഉത്തരങ്ങൾക്ക് ഉത്തരമായി വരുന്ന അള്ളാഹു മനസ്സിൽ തെളിയണം. മതേതര ഭരണഘടന കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമേ അല്ല ലോകത്ത് നന്മകൾ ചെയ്യൽ. ഒരുപക്ഷെ ഏറ്റവും മാന്യമായൊരു മറുപടിയായിരിക്കും ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന്. ഭരണഘടന ഒരു അപൂർണമായ സിദ്ധാന്തമാണെന്നല്ല ഒരിക്കലും നമ്മളത് പറയില്ലല്ലോ. ഭരണഘടന പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഭരണഘടന ഒരു സമൂഹത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വ്യവസ്ഥ മാത്രമേ പറയുകയുള്ളൂ. ധാർമ്മികത അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വകാര്യത, ആധ്യാത്മികത അതൊന്നും വ്യവഹരിക്കാനുള്ളതല്ല അത്. ചിലതോ പുതിയ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ക്യാമ്പസുകളൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, കൺസെന്റ് മൊറാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പാടി പുകഴ്ത്തുന്ന കാര്യം. എത്രാം വയസ്സിലാണ്, ആരാണ് ഈ സമ്മതം? ഏത് ശാസ്ത്രീയമായ പിന്തുണയാണ് അതിനുള്ളത്? ആലോചിക്കണം. 40ാമത്തെ വയസ്സിലാണ് ആമിന ബീവിയുടെ മകൻ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നബിയാകുന്നത്, നുബുവത്ത് ലഭിക്കുന്നത്. എന്തിന് 40 വയസ്സ് വരെ കാത്തുനിന്നു? വൈചാരികമായ പ്രായപൂർത്തിയുടെ കാലമാണ് 40 വയസ്സ്. 18ാം വയസ്സിൽ സമ്മതം കൊടുക്കാൻ പറ്റുമല്ലോ.
ആരാണ് അങ്ങനെ പറയുന്നത്? അതിനെന്ത് ശാസ്ത്രീയമായ പിന്തുണയാണുള്ളത്? ശാരീരികമായ പ്രായപൂർത്തിയുടെ എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് പ്യൂബർട്ടി, അതേപോലെ മനുഷ്യനുണ്ട് ബുദ്ധിപരമായ ഒരു പ്രായപൂർത്തി. ന്യൂറോ സയന്റിസ്റ്റുകളാണ് അതിൻ്റെ പ്രായം പറയേണ്ടത്. അത് 26 മുതൽ 40 വരെയാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. ശരിയേതാണ് തെറ്റേതാണ് എന്നുള്ള വിവേചനം, ഔചിത്യബോധം, തെരഞ്ഞെടുക്കാനുള്ള ഒരു വിവേകം മനുഷ്യരുണ്ടാകുന്ന കാലം പ്രായം. 17 18 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാണ്, ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾ പോരേന്ന്. ഞങ്ങളെന്തണിയണം, നിങ്ങൾ ഇടപെടണ്ട. എവിടെ പോകണം, നിങ്ങൾ ഇടപെടണ്ട. ആരെ കൂടെ കൂടണം, നിങ്ങളൊന്നും മിണ്ടണ്ട. ആരെ കൂടെ കല്യാണം കഴിക്കണം, നിങ്ങൾ പറയണ്ട. കാരണം ഞങ്ങൾ മതിയായിരിക്കുന്നു. ഇതൊക്കെയാണ് ആർഗ്യുമെന്റ്. വയസ്സാണ് മാനദണ്ഡം 18. പക്ഷെ ചൈനയിൽ പോയാൽ 12 ഉള്ളൂ കൺസെൻറ്റേജ്. ഫിലിപ്പൈൻസിലോ 13, ദക്ഷിണ കൊറിയയിലും ജപ്പാനിലുമൊക്കെ 13, യൂറോപ്പിൽ പോയാൽ 16, അമേരിക്കയിൽ 17, GCCയിൽ 20, ബഹ്റൈനിൽ 21. ഇപ്പം ഏതാ പരിഗണിക്കുക? ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിൽ മാത്രമാണ് 18. ഈ 18 ആകുമ്പോൾ 17 ഇല്ലാത്ത ഒരു കൊമ്പും ഒരു മനുഷ്യനും വരുന്നില്ല. അത് പണ്ടിവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സിസ്റ്റമാണ്. വോട്ടവകാശ പ്രായം 18. സമൂഹത്തിന് മാരകമായൊരു തെറ്റിദ്ധാരണ. 17 വയസ്സ് കംപ്ലീറ്റായി 18 തുടങ്ങുന്ന അന്ന് കുട്ടിക്കെന്തോ പ്രത്യേകം വിവേകം, മഴ പെയ്യുന്നുണ്ട്. ഒരിക്കലും ഇല്ല. 18-ലും 19-ലും 20-ലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഏജ് കൂടുന്നു, കലണ്ടർ മാറുന്നു, അത്രയേ ഉള്ളൂ. മറിച്ച് ബുദ്ധിപരമായ പ്രായപൂർത്തി 40-ലാണ്, 40-ന്റെ അടുത്ത പ്രായത്തിലാണ് എന്നുള്ളതാണ്. അതുവരെ ആർക്കാ കാത്തിരിക്കാൻ പറ്റുക? അപ്പൊ സ്വാഭാവികമായി ഈ പറയുന്ന കൺസെന്റ് തത്വമൊന്നും ഒരു സമൂഹത്തെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പര്യാപ്തമല്ല. പിന്നെയുള്ള തേരുകളൊന്നും ഒരു സമൂഹത്തോട് പറയാനേ പറ്റാത്തതാണ്. ഹെഡോണിസം എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരം കൂടുതൽ, ഉപദ്രവം കുറവാണെങ്കിൽ എടുക്കുക എന്നുള്ളത്. 10 ആളൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും എൻ്റെ വകയല്ല. ഇതൊക്കെയാണ് സ്വതന്ത്ര ചിന്തകൾ എന്ന് പറയുന്ന, പരിഷ്കാരികൾ എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ പറയാതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. 10 പേരൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ 10 പേർക്ക് ഹൈ ക്വാണ്ടിറ്റി വാള്യത്തിലുള്ള ഹാപ്പിനെസ്, കൂടുതൽ സന്തോഷം. ഒരു പെണ്ണിന് മാത്രമാണ് ദുഃഖം. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു കാര്യത്തിൽ ദുഃഖം കുറവ്. 1/2 കിലോ ദുഃഖം, 5 കിലോ സന്തോഷം. അത് ഓക്കെയാണ്. ലോകത്തൊരു പരിഷ്കൃത സമൂഹത്തുള്ളത് പറയാൻ പറ്റുമോ? സാധാരണക്കാർ മനസ്സിലാക്കണം. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും കോളാമ്പി ചാനലിൽ വന്നിട്ട് മതവിമർശനം നടത്തുമ്പോൾ അവരൊക്കെ വലിയ വലിയ അവധൂതന്മാരാണെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അല്ല. അവരെ സിദ്ധാന്തം അവരുടേതായ രാജ്യം അവിടെ കെട്ടിപ്പൊക്കാൻ പറ്റിയാൽ അതിനേക്കാളും വലിയൊരു വേതാള നഗരം ഭൂമിയിൽ മറ്റൊന്നുണ്ടാവില്ല. അതല്ലേ ഈ പറയുന്നത്? ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അളക്കുക. എന്നിട്ട് ഏതാണ് കൂടുതലുള്ളത് അത് സ്വീകരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ 100 പേര് ഒരു വലിയ ട്രെയിൻ കൊള്ളയടിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ വീട് കവർ ചെയ്യുകയാണെങ്കിലോ ആർക്കാണ് കൂടുതൽ ഉപകാരം? അത് നടന്നോട്ടെ. ഇങ്ങനെ ഒരു സമൂഹത്തോട് പറയാൻ പറ്റാത്ത, പക്ഷെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ, സാമൂഹികമായ വിപത്തുകൾക്കെതിരെ, അതിൻ്റെ പരിണത ഫലങ്ങൾ അപകടമാണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത് സാമൂഹികമായ ദൗത്യമല്ലേ? ഇതല്ലേ ഈ സമൂഹത്തിൽ നടക്കേണ്ടത്? ഇതെങ്ങനെയാണ് ഇത് വിപത്താകുന്നത്? ഇതെങ്ങനെയാണ് വിധ്വംസക പ്രവർത്തനാകുന്നത്? ഇതല്ലേ പറയേണ്ടത്? ഇത് നമ്മൾ പറയുമ്പോൾ അത് അപരിഷ്കൃതത്താകും. പക്ഷെ ഇന്നും ഇന്നലെയും അമേരിക്കയിൽ നിന്ന് വന്ന ന്യൂസ് നോക്കൂ. ഡൊണാൾഡ് ട്രംപ് എന്തേ പറഞ്ഞത്? ഇവിടെ ഇനി മുതൽ അമേരിക്കയുടെ ക്ലാസിക് കാലഘട്ടം ആരംഭിക്കുകയാണ്. അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല. കേരളത്തിൽ ഏതെങ്കിലും ചാനൽ വാർത്തയാക്കിയോ? ചർച്ച ചെയ്യുന്നുണ്ടോ? ഒരു കൊല്ലം മുമ്പ് റഷ്യയിലെ വാർത്ത, വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഇവിടെ ഇനി ട്രാൻസ്ജെൻഡേഴ്സിനെ ഞങ്ങൾ അനുവദിക്കില്ല, ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. റഷ്യയിൽ ആ നിയമം വന്നു. കേരളത്തിൽ ആരെങ്കിലും കുലുങ്ങിയോ? ഞെട്ടി വരച്ചോ? സാംസ്കാരിക കേരളം എന്തെങ്കിലും അതിനെക്കുറിച്ച് പ്രതികരിച്ചോ? ചൈന എന്നോ അങ്ങനെയാണ്. യൂറോപ്പിലെ പല റിപ്പബ്ലിക്കൻ വലതുപക്ഷ രാജ്യങ്ങളും ആ സിദ്ധാന്തത്തിലാണ്. അപ്പോൾ ഇത് മതവിശ്വാസികൾ പറയുമ്പോൾ അത് 7-ാം നൂറ്റാണ്ടിലെ
അപരിഷ്കൃതത്തിൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തോട് യോജിക്കാത്ത പ്രതിലോമകരമായ സംസാരങ്ങൾ ഇവര് പറയുമ്പോഴോ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ. പക്ഷെ നമ്മൾ അവിടെ ഇത്ര ഉദാരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ ആകുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് പോലെ അതിലാണ് ശാസ്ത്രീയത എന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് അർഹതയുള്ളത് പോലെ അത് അശാസ്ത്രീയമാണെന്ന് പറയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. മനുഷ്യൻ ഒന്നുകിൽ ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം. അല്ലാതെ അതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ സാമൂഹികമായൊരു സിസ്റ്റമായാൽ അത് ഭവിഷ്യത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് അല്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ ഞങ്ങൾക്ക് ഭവിഷ്യത്താണെന്ന് പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ കേസ് ഓഫ് ഇന്നസെന്റ്? അത് ജനാധിപത്യപരമായൊരു നിലപാടല്ലേ? മതേതരത്വത്തിൽ നിലകൊള്ളുന്നൊരു നിലപാടല്ലേ? മാനുഷികമായ നിലപാടല്ലേ? സംവാദമാകാം. ആണും പെണ്ണും അല്ലാത്ത ഒരു മൂന്നാം ലിംഗം എന്ന് പറയുന്ന ലിംഗം ഉണ്ടോ സമൂഹത്തിന്? അത് ഗുണപരമാണോ അതല്ല ദോഷകരമാണോ? സംസാരിക്കാമല്ലോ. ശാസ്ത്രം പറയാം, സാമൂഹികം പറയാം, നിയമം പറയാം, മാനവികം പറയാം, മാനസികം പറയാം. ആർക്കാ അതിൽ പരാതിയുള്ളത്? പക്ഷേ നോക്കൂ, 21-ാം നൂറ്റാണ്ടിന്റെ ചെരിവും ചായ്വും അതിന്റെ മടക്കവും എങ്ങോട്ടേക്കാണ്? അപ്പൊ ലോകം മുഴുവനും നമ്മൾ പറയുന്നതിലേക്ക് ക്രമേണ അതാണ് ഉചിതം എന്ന് മനസ്സിലാക്കി വരികയാണ്. എല്ലാ കാര്യങ്ങളിലും, കേവലം ഈ പറയുന്ന സാമൂഹിക വിഷയങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും. ഒറ്റ കാര്യം സമാപിച്ചു. ഒറ്റ കാര്യം. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ടെസ്ലയുടെ മുതലാളിയാണ്. ആ ഇലോൺ മസ്കിനെ കുറിച്ചുള്ള ആത്മകഥ എഴുതപ്പെടുന്നുണ്ട് അമേരിക്കയിൽ. എഴുതുന്നയാള് വോൾട്ടയർ ഏസിയാസ്. ഇവിടെ ഞാൻ അധിക സ്ഥലത്ത് ഇത് പറയാറുണ്ട്. നമ്മുടെ വിശ്വാസം ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വഴി മനസ്സിലാവുവാൻ വേണ്ടി. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഈ ഇലോൺ മസ്കിന്റെ ജീവിത കഥ എഴുതാൻ തുനിയുന്ന ഈ വോൾട്ടയർ ഏസിയാസിനോടല്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഈ ആളെ ജീവചരിത്രമാണോ നിങ്ങൾ എഴുതുന്നത്? അദ്ദേഹം ഒരു ഫേക്ക് ഐഡിയ ഒന്നല്ല ഈ ഏലിയാസ്, വോൾട്ടയർ ഏസിയാസ്. ഞാൻ എവിടെ പറഞ്ഞപ്പോൾ ഒരാൾ അങ്ങനെ ചോദ്യം ഉണ്ടായി. അമേരിക്കയിലെ മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ ഫൈസൽ രാജാവിനോടൊക്കെ ചർച്ചയ്ക്ക് പോയ US-ന്റെ ഏറ്റവും പ്രഗത്ഭനായ മുൻകാല സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം എഴുതിയ ആളാണ് ഈ വോൾട്ടയർ ഏസിയാസ്. ഇന്ത്യയിലെ രാം പുരിയാനിയുടെയും റൊമിള താപ്പറിൻ്റെയും അരുന്ധതി റോയിയുടെയും സ്ഥാനത്തെക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താ ഈ മനുഷ്യൻ്റെ ജീവചരിത്രം മരിക്കുന്നതിന് മുമ്പ് എഴുതുന്നത്? അതിന് അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട്. ഇദ്ദേഹം ഇലോൺ മസ്ക് അദ്ദേഹം ഒരു മനുഷ്യനല്ല. ഹി മൈറ്റ് ബി ആൻ ഏലിയൻ ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ. ഇലോൺ മസ്ക് ഒന്നുകിൽ അന്യഗ്രഹ ജീവിയാകണം, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ഒരാളാകണം. അന്തേ അങ്ങനെ അതിന് മാത്രം ഇലോൺ മസ്കിന് എന്തേ ഉള്ളത്? അപ്പൊ അതിന്റെ വിശദീകരണത്തിൽ എന്താ കൊണ്ടുവരുന്നത്? സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് ഇലോൺ മസ്ക് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ന്യായം. എന്താ ഇത്ര വലിയ കാര്യം അദ്ദേഹം ചിന്തിക്കുന്നത്? സാധാരണക്കാർ ചിന്തിക്കാത്ത കാര്യം എന്തേ അദ്ദേഹം ലോകത്തോട് പറയുന്നത്? നടക്കാത്ത കാര്യങ്ങളാണ് മിക്കതും. ബഹിരാകാശത്ത് പോയി റിയൽ എസ്റ്റേറ്റ് തോട്ടങ്ങൾ കെട്ടുക. നമ്മളൊക്കെ ഇവിടെ എന്താ ചെയ്യുക? വയനാട്ടിൽ 100 ഏക്കർ തോട്ടം, അല്ലെങ്കിൽ ഇവിടെ ഇത്ര അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റുകൾ. ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചകൾ, മുതലാളിമാരുടെ ചർച്ചകൾ. പക്ഷെ ഇലോൺ മസ്കിന്റെ കൺസെപ്റ്റ് അതല്ല. അദ്ദേഹം പറയുന്നത് ആകാശത്ത് റിയൽ എസ്റ്റേറ്റ്. പാകിസ്ഥാൻ പട്ടിണിയിലാണെങ്കിൽ പാകിസ്ഥാൻ്റെ 1000 കിലോമീറ്റർ ഇലോൺ മസ്കിന് പണയം വെച്ചാൽ മതി. ഒരു കൊല്ലത്തേക്ക് $100 ബില്യൺ വായ്പ കൊടുക്കും. തിരിച്ചടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ആകാശം പാകിസ്ഥാനെ തിരിച്ചു കൊടുക്കും. ഭൂമി വിട്ട കേസാ, അതൊക്കെ ചീള് കേസ് എന്ന് പറഞ്ഞല്ലോ. അതേപോലെയാ. ഇനി ഇന്ത്യക്ക് പട്ടിണിയാണ്, ദാരിദ്ര്യമാണെങ്കിൽ ഇന്ത്യയുടെ 20,000 കിലോമീറ്റർ ആകാശം അദ്ദേഹത്തിന് പണയം വെച്ചാൽ മതി 10 കൊല്ലത്തേക്ക്. റേഷനറി നമുക്ക് ഫ്രീ ആയി കിട്ടും. ഇങ്ങനെ ലോകത്തെ മുഴുവനും ആകാശങ്ങളും വിലക്കെടുക്കുക എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പൊ ആകാശം വിലക്കെടുത്താൽ എന്താന്ന് ചിന്തിക്കും. ആകാശത്തിനൊക്കെ വലിയ വിലയാണിപ്പോൾ. കാരണം ഈ ബഹിരാകാശത്തേക്ക് പേടകങ്ങൾ വിക്ഷേപിക്കാൻ എല്ലാ തറയിൽ നിന്നും പറ്റൂല. ഇവിടെ തിരുവനന്തപുരത്തല്ലേ ഒന്നുള്ളത്, പിന്നെ വേറെ തുമ്പയിലൊക്കെ അല്ലേ ആകാശവാതിലുകൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ കാര്യങ്ങൾ വിക്ഷേപിക്കാൻ അർജന്റീനയുടെ വയലാണ് വാടക എടുക്കുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഇങ്ങനെയുള്ള ലോകത്ത് ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ. പിന്നെയോ മനുഷ്യന്റെ ഉടലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബ്രെയിനും, സൈബോർഗുകൾ.
ഇങ്ങനെ ന്യൂറാലിങ്ക്, സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നടപ്പിൽ വരുത്തിയിട്ടില്ല, പറയുന്നത്. ഇതേപോലെയുള്ള മനുഷ്യർക്ക് വേണ്ടി ദ്വീപുകൾ ഉണ്ടാക്കും, സാമ്രാജ്യം ഉണ്ടാക്കും. ഇങ്ങനെ ഇതേവരെ ലോകത്തോടാരും സംസാരിക്കാത്ത കാര്യങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ, പ്രാവർത്തികമാക്കിയതിൻ്റെ പേരിലല്ല, സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിൻ്റെ പേരിലും അല്ല, കേവലം ഒരു തിയറി മുന്നോട്ട് വെച്ചതിൻ്റെ പേരിൽ, അറ്റ് മിനിമം അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റേജ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ലോകം പറയുകയാണ് ഹി മൈറ്റ് ബി ആൻ ഏലിയൻ. ഒന്നുകിൽ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ അദ്ദേഹം ഒരു മലക്കാവണം, ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ, അല്ലെങ്കിൽ മാലാഖയോട് സംസാരിക്കുന്ന ഒരാളാകണം. ഇതാണ് ഇലോൺ മസ്കിനെ കുറിച്ച് ആധുനിക ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. നിങ്ങളിതിരുന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കിയാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മനസ്സിലാവും. അതിനെ 2025 ലോകം ആ ന്യായം ആരെങ്കിലും ചിരിച്ചു തള്ളിയോ? ഇങ്ങനെ ആർഗ്യുമെന്റ് വരുമ്പോൾ ആരെങ്കിലും ചിരിച്ചു തള്ളിയോ? അതിനെ കളിയാക്കിയോ, പരിഹസിച്ചോ? ഉണ്ടായില്ല. കാരണം ലോകം ഒരു തത്വം അംഗീകരിക്കുന്നു. എന്താണ് തത്വം എന്നറിയോ? എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും. അസാധാരണമായ സംഭവങ്ങൾ, അസാധാരണമായ വിശദീകരണങ്ങൾ അതിനുണ്ടാവേണ്ടതുണ്ട്. ഇലോൺ മസ്കിൻ്റെ കാര്യങ്ങളൊക്കെ അസാധാരണമാണ്. അപ്പോൾ അസാധാരണമായൊരു വിശദീകരണം അതിന് കിട്ടണം. ഇങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, 1400 കൊല്ലം മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലത്ത്, പാട്ടവിളക്കിൽ മണ്ണെണ്ണ വരാത്ത കാലത്ത്, പരിഷ്കാരം അതിൻ്റെ പുറന്തോടിൽ, പരിഷ്കാരം അതിൻ്റെ ചെപ്പ് പൊട്ടിച്ച് അത് പുറത്ത് വരാത്തൊരു കാലത്ത്, കാൽനടയായും കഴുതപ്പുറത്തും മാത്രം മനുഷ്യൻ സഞ്ചരിച്ച ഒരു കാലത്ത് പ്രവാചകൻ ഭൂമിയുടെ നാലറ്റങ്ങളിൽ നടക്കുന്നത് കണ്ണു ചിമ്മി പറഞ്ഞില്ലേ? ഭൂതകാലം പറഞ്ഞില്ലേ? ഭാവി കാലം പറഞ്ഞില്ലേ? പ്രവാചകൻ പറഞ്ഞത് ഏതാണ് പുലരാത്തത്? ഒരു വട്ടം നാം മദീനയിൽ പോയാൽ നബി പറഞ്ഞത് സാധാരണക്കാരനെ മനസ്സിലാക്കാൻ കഴിയില്ലേ? 1400 കൊല്ലം മുമ്പ് ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കിയ, ഈത്തപ്പനയുടെ ഓല മേൽക്കൂരിയാക്കിയ, മഴ പെയ്താൽ ചോർന്നൊലിക്കും എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തിയ ഒരു പള്ളിയിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞില്ലേ എന്ന് ദജ്ജാൽ ഈ ജുഹ്ഫ് മലയുടെ മുകളിൽ വന്നുകൊണ്ട് മദീനയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, ആരുടേതാണ് ഈ വൈറ്റ് പാലസ്, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? നബി പറയുന്ന കാലത്ത് ഒരു മണ്ണിൻ്റെ കട്ട കൊണ്ട് കെട്ടി അതിന് ഈത്തപ്പനയുടെ മേൽക്കൂര, ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയാക്കി വെച്ച പള്ളിയിൽ വെച്ച് പ്രവാചകൻ അത് പറഞ്ഞുവെങ്കിൽ 2025 നമ്മൾ കാണുന്നു അത് വെള്ളക്കൊട്ടാരമായിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാം ദമസ്കസ് നഗരത്തിലെ വലിയ ജമാഅത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള വെളുത്ത മിനാരത്തിൽ വന്നിറങ്ങുമെന്ന് പ്രവാചകൻ പറയുന്ന കാലത്ത് ദമസ്കസ് നഗരം ഉണ്ടായിട്ടില്ല, ജമാഅത്ത് പള്ളിയും ഉണ്ടായിട്ടില്ല, വെള്ള മിനാരവും ഉണ്ടായിട്ടില്ല. 2025 ദമസ്കസ് ഉണ്ട്, ജമാഅത്ത് പള്ളിയുണ്ട്, അതിന് കിഴക്ക് ഭാഗത്ത് തന്നെ വെള്ള മിനാരവുമുണ്ട്. പ്രവാചകൻ പറഞ്ഞില്ലേ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല, ലാ തഖൂമു സ്സഅ ഹത്താ യഊദ അർദുൽ അറബി അൻഹാറൻ വമുറൂജ, അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കുകയില്ല. ഞാൻ പാദം മൂന്നി നിൽക്കുന്ന ഈ അറബ് ഭൂമിക തോട്ടങ്ങളായും നദികളായും മടങ്ങുന്നത് വരെ. പ്രവാചകൻ പറയുന്ന കാലത്ത് അറേബ്യയിൽ നദികളില്ല, അറേബ്യയിൽ പാർക്കുകളില്ല. 2025 കാലത്ത് അറേബ്യയിൽ ഇറിഗേഷൻ സംവിധാനങ്ങളും തടാകങ്ങളും നിറഞ്ഞിരിക്കുന്നു, പാർക്കുകൾ നിറഞ്ഞിരിക്കുന്നു, പച്ചക്കറിയും ഫ്രൂട്ട്സുകളും അതിൻ്റെ വിളവെടുപ്പും അറേബ്യയിൽ നിറഞ്ഞിരിക്കുന്നു. 2070 ലോകത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറിയും ഫ്രൂട്ട്സും വിപണനം ചെയ്യുന്ന, വിളവെടുക്കുന്ന ഭൂമിക അറബ് ഭൂമികയായിരിക്കുമെന്നുള്ള പഠനങ്ങൾ വരുന്നു. പക്ഷേ പ്രവാചകൻ അത്ഭുതകരമായി അവിടെ ഇങ്ങനൊരു വാക്ക് കൂടി പറഞ്ഞു, ഹത്താ യഊദ, ഈ അറബ് ഭൂമിക മടങ്ങുന്നത് വരെ. ജിയോളജി പഠനങ്ങൾ മുന്നോട്ട് വെക്കുന്നു, മില്യൺ ഓഫ് ഇയേഴ്സ് എഗോ അറേബ്യ വാസ് എ ജുറാസിക് പാർക്ക്. മില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ ഉണ്ടായിരുന്ന വനനിപുണമായ കാടായിരുന്നു അറേബ്യ. 10-15,000 കൊല്ലം മുമ്പ് വരെയും അറേബ്യയിൽ കാടുകളായിരുന്നു. നൂറ്റാണ്ടുകളോളം ക്ഷാമമുണ്ടായതാണ് പിന്നീട് മരുഭൂമിയാകാൻ കാരണം. ഇങ്ങനെ എണ്ണിയാൽ നൂറുകണക്കിന് തെളിവുകൾ നമുക്ക് പറയാൻ കഴിയും. ആ തത്വം വെച്ചുകൊണ്ട് നമുക്കും പറയാൻ കഴിയില്ലേ, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ. ഈ അന്ത്യപ്രവാചകൻ ഒന്നുകിൽ ഒരു മലക്കാവണം, ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ, അല്ലെങ്കിൽ
ജെൻഡർ പൊളിറ്റിക്സ് ആയാലും ധാർമ്മികതയായാലും മതവിശ്വാസമായാലും ആധ്യാത്മിക വിശ്വാസമായാലും മെറ്റാഫിസിക്കലായ അഭൗതികമായ ഏത് കാര്യമായാലും എന്താണോ നമ്മുടെ ആദർശം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞത്, അവിടത്തേക്ക് ഈ ലോകം കറങ്ങിത്തിരിഞ്ഞ് മടങ്ങി വരികയുള്ളൂ എന്നുള്ളത് നിശ്ചയമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അതാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രസക്തി, ഈ ആദർശത്തിൻ്റെ പ്രസക്തി. അതാണ് നമ്മുടെ അമാനത്താണ് ആദർശം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യവും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ ഇതാ നിർത്തി എന്ന് പറഞ്ഞ് പിന്നീട് ചാടിപ്പോയത് ഒരു തത്തിമ്മത്തിന് വേണ്ടിയാണ്. അഫുവൻ അമീദ് ബൈസി ഉസ്താദൊക്കെ ഇവിടെയുണ്ട്. ഇതിൻ്റെ മറ്റു ആദർശപരമായ സംഗതികളൊക്കെ അദ്ദേഹം ഉസ്താദ് അവരുകൾ വിശദീകരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.